നമ്മൾ അടുത്ത ഘട്ടങ്ങളിൽ വരുന്ന നിർമ്മാണ പ്രവൃത്തിയിൽ 2 മൾട്ടിപർപ്പസ് ബർത്ത് ഉണ്ടാകും എന്ന് പറയുന്നത്, അതിൽ ഒരെണ്ണം തീർച്ചയായിട്ടും ക്രൂസ് ടൂറിസത്തിന് നമുക്ക് വിനിയോഗിക്കാവുന്നതാണ്. അത് സർക്കാർ തലത്തിൽ ഒരു തീരുമാനം ഉണ്ടായതിനു ശേഷം മാത്രമേ നമുക്കതിനെക്കുറിച്ച് എന്താ പറയുക കൂടുതൽ പറയാനാകൂ. കാരണം അതിനെക്കുറിച്ച് ഇപ്പോൾ ടെക്നിക്കലി നമുക്ക് നിലവിലുള്ള നമ്മുടെ നിർമ്മാണം വെച്ചിട്ട്, നിലവിലുള്ള ബർത്തുകൾ വെച്ച് സാങ്കേതികമായി നമുക്കിപ്പോൾ ക്രൂസ് ടൂറിസം നടത്താൻ സാധ്യമല്ല. കാരണം ഇതെല്ലാം പ്രോഹിബിറ്റഡ് സോണായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ ഈ പോർട്ടിൻ്റെ ഇപ്പോൾ കണ്ടെയ്നർ ഓപ്പറേഷൻ നടക്കുന്ന സ്ഥലത്ത് നമുക്ക് പാസഞ്ചേഴ്സിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്രൂസ് ടൂറിസം സാധ്യമല്ല. അപ്പം നമ്മൾ മൾട്ടിപർപ്പസ് ബർത്ത് എന്ന് പറയുന്നത് പുലിമുട്ടിൻ്റെ മുകളിലാണ് മൾട്ടിപർപ്പസ് ബർത്ത്സ് വരിക. ഇപ്പുറത്ത് നമ്മളിപ്പോൾ ഉള്ള ഈ ബർത്തിൻ്റെ വികസനം വരുമ്പോഴും, ഇനി ഞാൻ പറഞ്ഞ പോലെ 1200 മീറ്റർ വീണ്ടും ബർത്ത് നമ്മൾ നീട്ടുമ്പോഴും ഇവിടെ ആയിരിക്കില്ല ക്രൂസ് ടൂറിസത്തിന് സാധ്യതയുള്ള ബർത്ത്. സാങ്കേതികമായിട്ട് നമുക്കത് വേറിട്ട് നിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ പുലിമുട്ടിലായിരിക്കും നമ്മൾ, അതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ 2 മൾട്ടിപർപ്പസ് ബർത്ത്സ് കൊണ്ടുവരിക. അപ്പോൾ അതിലൊരെണ്ണം നമുക്ക് ക്രൂസ് ടൂറിസത്തിന് വേണ്ടി വേണമെങ്കിൽ സാങ്കേതികമായിട്ട് നമുക്കത് വിനിയോഗിക്കാൻ സാധിക്കും. പ്ലസ് അതിപ്പോൾ അവിടെ നിന്ന് ഈ പറഞ്ഞ ഇമിഗ്രേഷന് വേണ്ടിയിട്ട് ഒരു പക്ഷേ അവിടെ നിന്ന് നമുക്ക് യാർഡിലേക്ക് വന്നിട്ടായിരിക്കും ഇമിഗ്രേഷൻ ചെയ്യേണ്ടി വരിക, ക്ലിയറൻസ്. ബട്ട് ടെക്നിക്കലി ദാറ്റ് വിൽ ബി പോസിബിൾ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. അപ്പോൾ ആ സമയം ആകുമ്പോഴത്തേക്കും നമുക്ക് ടൂറിസം വകുപ്പുമായിട്ടും കൂടെ ബന്ധപ്പെട്ടുകൊണ്ട്, പ്ലസ് മാരിടൈം ബോർഡുമായിട്ടും കൂടെ ബന്ധപ്പെട്ടുകൊണ്ട് ക്രൂസ് ടൂറിസത്തിനുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പദ്ധതി ആകുന്ന വർക്ക് ഞാൻ പറയാം. എന്ത് നമ്മളിപ്പോൾ സെക്കൻഡ് ഫേസിൽ ഒരു മൾട്ടിപർപ്പസ് ബർത്ത് വരും. അതറിയില്ല, അതിന് ഈ പറഞ്ഞ ബാക്കിയുള്ള ചർച്ചകൾ വന്നതിന് ശേഷമേ അറിയൂ എപ്പോഴാണ്. തീർച്ചയായിട്ടും വരാൻ സാധ്യതയുണ്ടാകും. കാരണം ഇതൊരു നല്ലൊരു ടൂറിസം വില്ലേജും കൂടിയാണല്ലോ വിഴിഞ്ഞം ഏരിയ എന്ന് പറയുന്നത്. അപ്പം കോവളവും പൂവാറും തിരുവനന്തപുരവും എല്ലാം കൂടിയാകുമ്പോൾ നല്ല സാധ്യതയുള്ളൊരു സ്ഥലമാണെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. മറുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോജക്റ്റിലെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി എന്നോ അല്ലെങ്കിൽ അതുകൊണ്ട് സഫർ ചെയ്യുന്നവരെന്ന് പറയുന്നത് ഫിഷർമെന്നാണ്. സീ ഇറോഷൻ മേജർ റീസൺ ആണ് എന്ന് പറയുന്നത്. ഇപ്പോൾ അടുത്തിടയ്ക്ക് കഴിഞ്ഞ അസംബ്ലിയിലെ സെഷനിൽ വന്നപ്പോൾ മിനിസ്റ്റർ പറയുന്നുണ്ടായിരുന്നു, ഈ മുതലപ്പുഴയിൽ കോൺസ്റ്റന്റ് ആയിട്ട് ആക്സിഡൻസ് ഉണ്ടാകുന്നത് കൊണ്ട് അത് ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് കാരണമാണോ, വിഴിഞ്ഞം പോർട്ട് കാരണമാണോ എന്ന് പഠിക്കാനായിട്ട് ഒരു പഠനം നടത്തുന്ന കാര്യം ആലോചിക്കുമെന്ന്. ഇപ്പോൾ അതിന്റെ സ്റ്റേറ്റസ് എന്താണ്? അതായത് എന്തൊരു പഠനം നടക്കുന്നുണ്ടോ, നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ, എന്താ അതിന്റെ കറന്റ് സ്റ്റേറ്റസ്? അതിപ്പം അല്ല, വിസിലിന്റെ കീഴിലല്ല അത് വരുന്നത്. നേരത്തെ നമ്മൾ നടത്തിയിട്ടുള്ള കോസ്റ്റൽ ഇറോഷനുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ഒരു സമിതിയെ നിയമിച്ചിരുന്നു, കുഡാലെ കമ്മിറ്റിയുടെ. അപ്പോൾ ആ റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. നിലവിൽ അതുപോലെ തന്നെ NGTയുടെ കീഴിൽ ഇപ്പോൾ കേരള സർക്കാരിൻ്റെ മാത്രമല്ലാതെ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിൽ നിയമിച്ച ഒരു കമ്മിറ്റിയുണ്ട്. NGTയുടെ ഒരു കമ്മിറ്റി, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണത്. അവർ സ്ഥിരമായിട്ട് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് വരികയും ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ മോണിറ്റർ ചെയ്യുകയും ഈ പറയുന്ന NGT പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങളെല്ലാം അനുസൃതമായിട്ടാണ് നമ്മൾ ഈ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നു എന്നുള്ളതും, ഒപ്പം അവർ നിർണ്ണയിക്കുന്ന ഓരോരോ ഘട്ടത്തിലും അല്ലെങ്കിൽ ഓരോരോ ഈ സമയപരിധിക്കുള്ളിലും ഓരോ പ്രത്യേക പഠനങ്ങൾ നടത്തി കൊടുക്കാനായിട്ട് പറയാറുണ്ട്. അതിനെല്ലാം തന്നെ നാഷണൽ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷൻ ടെക്നോളജി വരുന്നുണ്ട്, ഒപ്പം CWPRS വരുന്നുണ്ട്, അല്ലെങ്കിൽ IIT മദ്രാസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അനവധി ഇൻസ്റ്റിറ്റ്യൂഷൻസും വന്ന് നമ്മുടെ ഓരോരോ ആസ്പെക്റ്റ് പഠിക്കുന്നുമുണ്ട്. അത് സമയാസമയങ്ങളിൽ കൃത്യമായിട്ട് നടത്തുകയും നമ്മൾ അവർ NGTയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലുൾപ്പെടെ നമ്മൾ സീ ഇറോഷനെ കുറിച്ചും കോസ്റ്റൽ ഇറോഷനെ കുറിച്ചും ഒക്കെ നടത്തിയ പഠനങ്ങളിൽ ഇതുവരെ നമുക്കങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ തുറമുഖം കാരണം ഉണ്ടായി എന്നുള്ള രീതിയിൽ ശാസ്ത്രീയമായിട്ട് നടത്തിയ പഠനങ്ങളൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങൾക്കനുസൃതമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അതല്ലാതെ ഇപ്പോൾ കാലാവസ്ഥയുടെ പല പ്രകൃതിക്ഷോഭങ്ങൾ കാരണവും അല്ലാതെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാരണവും, ഒപ്പം മറ്റ് ഇപ്പം എന്താ പറയുക ആന്ത്രപ്പോളജിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എല്ലാം കാരണം പതിയെ പതിയെ വരുന്ന മാറ്റങ്ങൾ നമ്മുടെയും ഈ പറയുന്ന തീരദേശത്ത് വരുന്നുണ്ട്. മാറ്റങ്ങൾ വരുന്നില്ല എന്നല്ല പറയുന്നത്, പക്ഷേ ഒരു കോസ് ആൻഡ് അസോസിയേഷൻ എന്നുള്ളത്
രണ്ടും രണ്ടാണല്ലോ. അപ്പോൾ ദിസ് ഇസ് ദ കോസ് ഫോർ ദാറ്റ് എന്നുള്ളത് ഇതുവരെ തെളിയിക്കപ്പെട്ടിരിക്കുക നമുക്ക്. ആസ് ഓഫ് നൗ നോ. മുതലപ്പുഴയുടെ കാര്യത്തിൽ കഴിഞ്ഞ സെഷനിൽ ഫിഷറീസ് മിനിസ്റ്റർ അസംബ്ലിയിൽ പറയുന്നുണ്ടായിരുന്നു, അദാനി ഗ്രൂപ്പിന്റെ പ്രോമിസ് മുതലപ്പുഴയിലെ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡ്രഡ്ജിങ് നടത്താമെന്നുള്ള പ്രോമിസ് ഇതേവരെ മീറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പം കാലാവസ്ഥയുടെ ഒരു പ്രശ്നം കാരണവും നമുക്ക് വിചാരിച്ച ദിവസത്തിൽ അത്രയും ആഴത്തിൽ പിന്നെ ഡ്രഡ്ജിങ് നടത്താൻ പറ്റുന്ന ആ ഒരു വാഹനം, നമുക്ക് ആ ഒരു ക്രെയിനും ഡ്രഡ്ജറും കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ലായിരുന്നു ആദ്യം. അപ്പോൾ മൺസൂൺ സീസൺ കഴിഞ്ഞ ഉടനെ അതിപ്പോൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അവർ അടുത്ത നമ്മുടെ ഫേസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പ്രശ്നം പരിഹരിക്കും എന്നുള്ളത് വാക്ക് തന്നിട്ടുണ്ട്. മിനിസ്റ്ററിന്റെ മീറ്റിംഗിൽ തന്നെയാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഐ ഡോണ്ട് തിങ്ക് സോ. ഈ കിട്ടുന്ന ഏറ്റവും നീളം കൂടിയ ബ്രേക്ക് വാട്ടർ ആണ്. ഈ ബ്രേക്ക് വാട്ടറിന്റെ ഒരു പരിണതഫലം മൂലമാണ് ഈ പല സ്ഥലത്തും ഓപ്പോസിറ്റ് സ്ഥലങ്ങളിൽ സീ ഇറോഷനും അതുപോലെ തന്നെ മണ്ണ് വന്ന് അടിയുകയൊക്കെ ചെയ്യുന്നു എന്നുള്ള പല പഠനങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ബ്രേക്ക് വാട്ടർ ഇപ്പം പൂർണ്ണമായി നിർമ്മിച്ചിട്ടില്ല. അപ്പൊ ഇത് നിർമ്മിക്കും തോറും അത് പൂർത്തിയാകും തോറും ഇത്തരം ഒരു സീ ഇറോഷൻ അല്ലെങ്കിൽ കോസ്റ്റൽ ഇറോഷൻ വ്യാപകമാകും എന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്തിന്റെ പല സ്ഥലങ്ങളിലും പെരുമാതുറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും തീരം തന്നെ ഇല്ലാതെയാവുകയാണ്. സാധാരണ ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് അവർക്ക് ഫിഷിങ്ങിന് പോകാനും ഒന്നും സാധിക്കാതെ വരുന്നത്. ഇത് നമ്മൾ വിസിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സാധ്യതകൾ അങ്ങനെയാണ് എന്നുള്ള എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം തന്നെ വരുന്ന ഓരോ പരാതിയും കൃത്യമായി അത് പരിശോധിച്ച് അത് ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തിന് വിധേയമാക്കുന്നുണ്ട്. ഇപ്പോൾ അതിനെക്കുറിച്ച് ഈ പറഞ്ഞ പോലെ ടെക്നിക്കലായിട്ടുള്ള ഒരു ഉത്തരം പറയാൻ ഞാൻ ആളല്ലായിരിക്കും. പക്ഷെ അത് പഠിക്കുന്ന ആളുകൾ പഠിച്ചിട്ട് ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ സർക്കാരിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പല കാരണങ്ങൾ മൂലമാണ് ഈ പ്രതിഭാസങ്ങൾ നടക്കുന്നത് എന്നുള്ളതും ഇപ്പോൾ രണ്ടിൻ്റെയും ഒരു സമയക്രമം ഇതിപ്പോൾ വളരെ ലളിതമായിട്ടുള്ള പിന്നെ എന്താ പറയുക, ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ നമ്മൾ ഒരു വരിയിൽ പറയുന്നത് പോലെ അങ്ങനെ ഒതുക്കാൻ പറ്റുന്ന കാര്യമല്ല കടലിൻ്റെ ഓരോരോ പ്രതിഭാസങ്ങൾ എന്ന് പറയുന്നതും. അപ്പോൾ അതിൻ്റെ ഒരു സമയക്രമം നമ്മൾ വളരെ അടിസ്ഥാനമായിട്ടുള്ള ആ ഒരു കാര്യം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പോലും വ്യത്യാസങ്ങൾ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതുവരെ നടത്തിയ പഠനങ്ങളിൽ അത് നമുക്ക് തെളിയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇല്ല. ഇവിടെയുള്ള കോസ്റ്റലെല്ലാം ഹാർഡ് സ്ട്രക്ചർ കടലിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നോർത്തേൺ സൈഡിൽ കോസ്റ്റൽ ഇറോഷൻ ഉണ്ടാവുകയും സദേൺ സൈഡിൽ സീ അക്രീഷൻ ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു സ്റ്റഡീസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് ഇത്രയും വലിയൊരു സ്ട്രക്ചർ വരുന്നത്. അതുകൊണ്ടാണ് ആളുകൾ അങ്ങനെ ഒരു ഡൗട്ട് ചോദിക്കുന്നത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ. അതില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അത് കൂടാതെ കമ്മിറ്റി റിപ്പോർട്ട് ആണെങ്കിൽ അത് പബ്ലിക് ആക്കും. ഇപ്പോൾ അത് സർക്കാർ പഠിച്ചതിന് ശേഷം ക്യാബിനറ്റ് അപ്രൂവൽ വന്നതിന് ശേഷം അതിപ്പോൾ പബ്ലിക് ആകും. പ്രോബ്ലി ഇൻ എ മന്ത് ഓർ സോ ഇറ്റ് ഷുഡ് ബി ഔട്ട്. ഈ സീപോർട്ടും എയർപോർട്ടും ഒരേ ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഉണ്ടോ? എനിത്തിങ്? If there is an air cargo, of course, that will be an advantage. അതല്ലാതെ വേറെ or probably we can share some കുറച്ച് from the operational aspect, probably we do share some bit of our workforce. So one of the criticisms against the project, നേരത്തെ ശ്രീദേവിച്ചന്റെ കണ്ടിന്യൂഷൻ ആണ്. സെക്കൻഡ് ആൻഡ് തേർഡ് ഫേസ് ഒക്കെ എത്തുമ്പോൾ ഇതൊരു റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റായി മാറിപ്പോകും, സ്റ്റേറ്റ് വോണ്ട് ബെനിഫിറ്റ് എനിത്തിങ് എന്നൊരു നെറേറ്റീവ് ഉണ്ട്. ഹൗ ഡു യു ലുക്ക് അറ്റ് ദാറ്റ്? Why will it? It's see, ഇത്രയും തന്നെ സ്റ്റേറ്റിന് ശരിക്കും ഒരു റവന്യൂ ഷെയറിംഗ് വരുന്നത് തന്നെ it's far and few across the country, where a private entity actually runs the port and the state gets a revenue എന്നുള്ളത്. That itself is far and few. I think we are at a win-win situation as far as that is concerned in the coming years. So also I would think that ഈ port estate development എന്നുള്ളത് മാത്രമല്ല, apart from that, as I said, there is a lot of അത് കൂടാതെയുള്ള ധാരാളം അവസരങ്ങളുണ്ട് അതിന് ചുറ്റും.
അപ്പോൾ അത് നമ്മൾ ലെവറേജ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പോർട്ട് എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് കോഴ്സ് സി വെൻ യു ലുക്ക് അറ്റ് അവരുടെ തന്നെ ഇപ്പം മുന്ദ്ര പോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ രാജ്യത്ത് വേറെ ഏതൊരു തുറമുഖം നോക്കുകയാണെങ്കിലും ഈ ഒരു വ്യാപ്തിയിലുള്ളൊരു തുറമുഖം നോക്കുമ്പോൾ അതിന് ചുറ്റും ആയിരക്കണക്കിന് ഏക്കറുകളാണ് ശരിക്കും നമ്മൾ പോർട്ട് അതോറിറ്റിക്കോ അല്ലെങ്കിൽ പോർട്ടിനോ നൽകുക. പൊതുവെ കേരളത്തിൽ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥലം എന്നുള്ളത് നമുക്കില്ല. ഭൂമി നമുക്ക് അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അത്രയും കുറവായിട്ട് ശരിക്കും ഉള്ളത്. അപ്പോൾ അതിനെയും ആക്ഷേപിക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. ആകെ നമ്മൾ കൊടുത്തിരിക്കുന്ന 100 ഏക്കർ എങ്ങാണ്ടാണ്. അവർ ഇപ്പോൾ മുന്ദ്ര പോർട്ടിൽ നോക്കുകയാണെങ്കിൽ 25,000 ഏക്കറാണ്. അപ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ശരിക്കും ഒന്നും കൊടുത്തിട്ടില്ല. അതും ഈ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട അവിഭാജ്യ ഘടകങ്ങൾക്ക് മാത്രം നിലകൊള്ളാൻ പറ്റുന്ന രീതിയിലായിരിക്കും അതിൻ്റെ മാസ്റ്റർ പ്ലാനും തയ്യാറാക്കുക എന്നുള്ളതാണ് തോന്നുന്നത്. പിന്നെ വി ആർ ഓൾവേസ് വർക്കിംഗ് ടുഗെദർ. ഇറ്റ്സ് നോട്ട് സംതിങ് ഇതൊരു PPP പ്രോജക്റ്റ് എന്നുള്ളത് വിഭാവന ചെയ്തതിനോട് കിടപിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ വിസിൽ എന്നുള്ളത് ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായിട്ട് നമ്മൾ നിൽക്കുമ്പോഴും, ഒരു ലിമിറ്റഡ് കമ്പനി ആയിട്ട് നിൽക്കുമ്പോഴും, നമ്മൾ ഇപ്പോൾ ഒരു ഓൺ എ ഡെയിലി ബേസിസ് വി ആർ ആക്ച്വലി വർക്കിംഗ് ടുഗെദർ. AVPPLും വിസിലും ചേർന്ന് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്ലസ് നമ്മൾ ഇനി ശരിക്കും കമ്മീഷൻ ചെയ്യുന്ന സമയത്തും ഇതിൻ്റെ മോണിറ്ററിങ്ങിനും ബുക്ക് വെരിഫിക്കേഷനും അക്കൗണ്ട്സ് വെരിഫിക്കേഷനും എല്ലാത്തിനും വളരെ കൃത്യമായിട്ടും ശക്തമായിട്ടുമുള്ള വ്യവസ്ഥകൾ അതിൻ്റെ സിസ്റ്റംസും നമ്മൾ ഉണ്ടാക്കി തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. സോ അതെ, അല്ല 1, 2, 3, 4 ഘട്ടത്തിൻ്റെ നിർമ്മാണം ഉണ്ടായിരിക്കും. പ്ലസ് നമ്മുടെ ഈ പറയുന്ന ഒരു സൂപ്പർവൈസറി റോൾ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. എന്തേ? ഐ ഡോണ്ട് തിങ്ക് സോ.